അതല്ലെങ്കിൽ വഹാബിസം പറയൂ. ഈ രാജ്യത്ത് 20, 30, 25, 18 മക്കളുമായുള്ള വലിയ കുടുംബത്തിൽ ഒരംഗത്തെ നിങ്ങൾ വഞ്ചനാപരമായി സ്വാധീനിച്ച് നിങ്ങൾ ആ കുടുംബം കലഹാൻ വിട്ടതല്ലേ? മുഴുവൻ കുടുംബത്തിലും കലഹമുണ്ടാക്കി. വിവാഹബന്ധത്തിലും രക്തബന്ധത്തിലും അയൽവക്ക ബന്ധത്തിലുമുള്ള ഈ കുടുംബങ്ങളെല്ലാം ഭിന്നിക്കുന്നതിന് വഹാബിസം കാരണമായി. മാത്രമല്ല, ആ ഭിന്നിപ്പ് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, മുസ്ലിമീങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ മറ്റു മതക്കാരെയും കൂട്ടി വിളിച്ച് നടത്തുന്ന സന്തോഷത്തിൻ്റെ സദസ്സുകളെല്ലാം വഹാബിസം കലക്കി എന്നത് അവരുടെ നവോത്ഥാനത്തിൻ്റെ ഭാഗമാണ്. നോക്കണം നിങ്ങളൊരു ഉദാഹരണം. 2 വലിയ കുടുംബങ്ങൾ, ആ വലിയ കുടുംബങ്ങളിൽ ഈ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയും അപ്പുറത്തെ വീട്ടിലെ ആൺകുട്ടിയും, 2 ചെറുപ്പക്കാർ തമ്മിലുള്ള വിവാഹബന്ധം, അത് ഇസ്ലാമികമായി നിർവഹിക്കുന്നതിന് നിക്കാഹിൻ്റെ വേദി, അയൽവാസികളും മറ്റ് ബന്ധപ്പെട്ടവരുമായ കണാരനും കുമാരനും മുഹമ്മദും അബൂബക്കറും ഒക്കെയുള്ള വേദി, സന്തോഷത്തിന് മുഹൂർത്തം എത്തി നിൽക്കുന്നു നിക്കാഹിൻ്റെ വേദി. അതാ വലിയ കാളിയും ചെറിയ കാളിയും ഒക്കെ എത്തി. അപ്പോഴാണ് മൗദൂദി കുടുംബത്തിൽ നിന്ന് പുതിയാപ്പിള വരുന്നത്. ആ വഹാബിയും മൗദൂദിയുമായ അവർ നിക്കാഹിൻ്റെ വേദിയിലെത്തിയപ്പോൾ എല്ലാവരും നിക്കാഹിൻ്റെ സദസ്സിൽ സന്തോഷപൂർവ്വം ഒരുമിച്ച് കൂടിയ ആ സദസ്സ് അവിടെ കയ്യാങ്കളിയുടെ, അവിടെ പിശാച്ചിന്റെ സ്വാധീനം കൊണ്ട് നിറയുന്ന സദസ്സായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്ക് പുതിയ നിക്കാഹ് വേണം. സഭ അത്ഭുതപ്പെട്ടു. പടച്ചോനെ, ഈ വലിയ കാളിയാര് എത്ര വലിയ ആലിമാണ്, എത്ര വലിയ ആളുകൾ, എത്രായിരം ആളുകൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്ത മനുഷ്യനാണ് ഇദ്ദേഹം. അയാളെ മുമ്പിൽ വെച്ച് ഇവന് വേണ്ടത് പുതിയ നിക്കാഹ്. തർക്കായി, കലഹായി. നിക്കാഹിന്റെ സദസ്സാകെ കണാരനും കുമാരനും അടക്കമുള്ള അയൽവാസികളും മറ്റുള്ള മതക്കാരും എന്ത് മാപ്പിളാരാണ് ഇവര്? ഇത് പറയിപ്പിച്ചത് വഹാബി നവോത്ഥാനമാണ്. എന്നിട്ടോ അവിടെ കുഴപ്പം. ആ കുഴപ്പത്തിൽ അവസാനം വലിയ കാളിയാർ ഇടപെട്ടിട്ട് പറഞ്ഞു, മോനെ നീ അധികം സംസാരിക്കണ്ട, ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. എന്തേ? നിന്റെ വല്യമ്മാനെ വല്ലിപ്പാക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തത് ഞാനാ, അത് മതിയോ മോനെ? അത് പഴയതാണ്, അത് പറ്റൂല. അപ്പൊ വല്യമ്മയും വല്ലിപ്പിയും നമ്മളെ നിക്കാഹിനെ സഹിയായിട്ടില്ല എന്നാണ് പേരക്കുട്ടി പറയണത്. അപ്പൊ അത് കേട്ടപ്പോ കാളിയാർ നീച്ചിട്ട് വന്ന് നിന്റെ അമ്മാനെ വാപ്പാക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തത് ഞാൻ, അത് മതിയോന്ന് ചോദിച്ചു. അതും സഹിയായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അന്നെ ഈ സഭയിൽ ഇരുത്താൻ പറ്റൂല. കാരണം വല്യമ്മ മുതൽക്ക് തന്നെ ലെവലില്ലെങ്കിൽ പിന്നെ ഈ ആലിമീങ്ങളും സയ്യിദന്മാരും ഇരിക്കണ സദസ്സിൽ ഇരുത്താൻ വേണ്ടി പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വഹാബിസം ജാരസന്തതികളെ സൃഷ്ടിച്ചു എന്നതാണ്. സ്വന്തം പിതാവിന്റെ നിക്കാഹ് സഹിഹല്ല, സ്വന്തം പിതാവിന്റെ നിക്കാഹ് സഹിഹല്ല. നിങ്ങളെ നവോത്ഥാനം ഇതല്ലേ ഈ രാജ്യത്ത് സൃഷ്ടിച്ചത്? ഒരു വിവരവും ഇല്ലാത്ത ഓട്ടോറിക്ഷ ഓട്ടുന്ന ഡ്രൈവർ, അതല്ലെങ്കിൽ ഏതെങ്കിലും BScക്കോ അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡിഗ്രിക്കോ ഒക്കെ പഠിക്കുന്ന അല്പജ്ഞാനികളായ ചെറിയ മക്കൾ, ആ ചെറിയ മക്കളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ദീൻ എന്ന പേരിൽ പഠിപ്പിച്ചപ്പോൾ വാപ്പയും ഉമ്മയും വേശ്യാവൃത്തിയിൽ ഉണ്ടായതാണ് ഞാനൊരു ജാരസന്തതിയാണ് എന്ന് പഠിപ്പിക്കുന്ന നവോത്ഥാനമല്ലേ ഈ രാജ്യത്ത് നിങ്ങൾ സൃഷ്ടിച്ചത്? വഹാബികൾ മറുപടി പറയണം. വഹാബിസം ഈ രാജ്യത്ത് ചെയ്തത് മാത്രമല്ല, ധാരാളം ആളുകൾ കൂടിയ തറവാടിത്തമുള്ള 2 കുടുംബത്തിന്റെ ഈ സന്തോഷകരമായ സദസ്സ് അത് മുഴുവനും കോലാഹലത്തിന്റെയും കയ്യാങ്കളിയുടെയും അവിടെ കുഴപ്പത്തിന്റെയും ലയനത്തിന്റെയും സദസ്സാക്കി മാറ്റിയത് വഹാബി നവോത്ഥാനമാണ്. പോരാ, ഒരു പ്രദേശത്തെ മുസ്ലിമീങ്ങൾ, ആ പ്രദേശത്തെ മുസ്ലിമീങ്ങളെല്ലാം ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്ന വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു ഒരു സ്ഥലത്ത്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ വശാഹിദിൻ വമശ്ഹൂദ് എന്ന് പറഞ്ഞിടത്ത് ഷാഹിദ് മശ്ഹൂദ് എന്നതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയത് കാണാം യൗമുൽ ജുമുഅയും യൗമു അറഫയും ആണ് എന്ന്. ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്നൊരു നിധിയാണ് നമുക്ക് വെള്ളിയാഴ്ച. ആ ജുമുഅക്ക് ആളുകൾ കുളിച്ച് വൃത്തിയായി നല്ല മനസ്സോടുകൂടെ ഓരോ കുടുംബത്തിൽ നിന്നും ആളുകൾ എത്തിച്ചേരുകയാണ്. ആളുകളെല്ലാം ജുമുഅക്ക് വേണ്ടി എത്തിച്ചേർന്നു. ജുമുഅക്ക് വേണ്ടി എത്തിച്ചേർന്ന മുഅ്മിനുകൾ വളരെ ആദരവോടെ കണ്ണീരൊഴുക്കി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് മധ്യേ വാങ്കുവിളി നടന്നു. ആ വാങ്കോടുകൂടെ സാധാരണക്കാരായ ആളുകൾക്ക് ആവർത്തിച്ചു വരുന്ന ആഴ്ചയിലെ ഹജ്ജിന്റെ തുടക്കം കുറിക്കുകയാണ്. ആ ഹജ്ജാകുന്ന സാധുക്കളുടെ ഹജ്ജാകുന്ന ഇബാദത്തിന്റെ ഖുതുബക്ക് ഖതീബ് മിമ്പറിൽ കയറി അൽഹംദുലില്ലാഹ്, ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു അല്ലാഹുവിലാണ്, അവരെല്ലാവരും വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
അവർക്കെല്ലാവർക്കും അത് അംഗീകരിക്കുന്ന ആളുകൾക്ക് ഒരൊറ്റ കേന്ദ്രം കഅബ ശരീഫ്, അവർക്കെല്ലാവർക്കും ഒരൊറ്റ ഭരണഘടന വിശുദ്ധ ഖുർആൻ. ആ ഭരണഘടന പഠിപ്പിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷയാണ് അവരുടെ ആരാധനകൾ നിർവഹിക്കുന്നതിന്റെ ഔദ്യോഗിക ഭാഷ. ബാങ്ക്, ഖുതുബ, നിസ്കാരം, ദിക്ർ, സ്വലാത്ത് തുടങ്ങി എല്ലാം ആ ഭാഷയിലാണ്. ലോക മുസ്ലിങ്ങളുടെ ഐക്യത്തിന്റെ ചിഹ്നമായി നിൽക്കുന്ന ആ ഖുതുബ ആരംഭിക്കുന്നു. അത് ആരംഭിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞു മൂസ കുടുംബം കലക്കി, കല്യാണ സദസ്സുകൾ കലക്കി, ഇപ്പൊ നോക്കുമ്പോ പള്ളിയിലെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പള്ളിക്കകത്ത് ബഹളം, ജുമഅക്ക് വന്നിരിക്കുന്ന ആളുകൾ തമ്മിൽ കുഴപ്പം. എന്താണ്? കുഞ്ഞു മൂസയും അവന്റെ കൂടെയുള്ള രണ്ടാളുകളും. സുബ്ഹാനല്ലാഹ്. മൗദൂദി വഹാബി എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് നമ്മളെ നാട്ടിലുണ്ടായിരുന്നു കുഞ്ഞാലിനും കുഞ്ഞൈദീനും, രണ്ടാളും എല്ലാ തെറ്റിലും കണക്കാം. ഒരിക്കൽ കുഞ്ഞാലിനാണ് മരിച്ചു. അപ്പം നോക്കുമ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു കുഞ്ഞൈദീൻ ഒറ്റക്കായല്ലോ, ഓൻ്റെ കണ്ണൂക്കിൻ്റെ അന്ന് മറ്റോനോട് മരിച്ചു. അപ്പം ആളുകളൊക്കെ പറയാൻ തുടങ്ങി എങ്ങനെയാ മരിച്ചാതൊക്കെ. ഓനോട് എന്ത് ചോദിച്ചാലും പറയും, മുഴുവൻ അറിയാൻ എനിക്കറിയാം, പക്ഷേ മുഴുവൻ പറയണമെങ്കിൽ മറ്റോനെയും കിട്ടണമെന്നറിയും. എന്ത് ചോദിച്ചാലും മുഴുവൻ അറിയണമെങ്കിൽ മറ്റോനെയും കിട്ടണം, മുഴുവൻ അറിയണമെങ്കിൽ മറ്റോനെയും കിട്ടണം. അങ്ങനെ അബനി നേരത്തെ കൊണ്ടായത് കാരണം ഈ ദീനിലുണ്ടാക്കിയ ഫസാദിന് ഇവർ രണ്ട് വിഭാഗവും, ബിദ്അത്തിന്റെ ഈ രണ്ട് കക്ഷിയും. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഖുതുബ ജമാഅത്ത് നടക്കുമ്പോൾ ആ ഖുതുബ നടക്കുന്ന സമയത്ത് ഈ ഖുതുബ ഞങ്ങൾക്ക് പറ്റില്ല. സുബ്ഹാന ജല്ല ജലാലു. കാരണന്മാർ ചോദിച്ചു, മക്കളെ മക്കത്തോദന ഖുതുബ അറബിയല്ലേ, മദീനത്തോദന ഖുതുബ അറബിയല്ലേ, ബൈത്തുൽ മുഖദ്ദസിൽ ഓദന ഖുതുബ അറബിയൽ? അതൊന്നും ഞങ്ങളോട് പറയണ്ട, ഇവിടെ ഞങ്ങൾക്ക് ഖുതുബ മലയാളത്തിൽ മാതൃഭാഷയിൽ ഖുതുബ കിട്ടണം. ഖുതുബയുടെ ഭാഷയുടെ പേരിൽ ഉണ്ടാക്കിയ ആ പള്ളിക്കകത്തെ തർക്കം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് അടിപിടിയായി, കുഴപ്പമായി, കലഹമായി. മലപ്പുറം ജില്ലയിലെ എടവണ്ണ പഞ്ചായത്തിലെ പാലപ്പറ്റയിൽ പഴയ ജുമഅത്ത് പള്ളിയിൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ പുറത്ത് വഹാബി ഗുണ്ടകൾ, ആ ഗുണ്ടകൾ തയ്യാറായി നിൽക്കുന്നു. എന്നിട്ടോ പള്ളിയിൽ ഖുതുബ നടക്കുമ്പോൾ ഇത് പറ്റൂല, ഇവിടെ മലയാളത്തിൽ ഖുതുബ ഓതണം. തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും. ഖതീബ് ഖുതുബ അങ്ങനെ തുടർന്നു. അപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഓടിട്ട പള്ളിയുടെ മുകളിലേക്ക് ശക്തിയായ കല്ലുകൊണ്ട് എറിഞ്ഞിട്ട് ഓട് പൊട്ടിയിട്ട് കല്ല് ഖതീബിന്റെ മൂർദാവിൽ വീണു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ പള്ളി പൂട്ടിക്കിടന്നു. വർഷങ്ങൾ പൂട്ടിക്കിടന്ന പള്ളി തുറപ്പിക്കുന്നതിന് വേണ്ടി പാലപ്പറ്റ പള്ളി വിമോചന സമരം നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ സഹോദരങ്ങളെ? അങ്ങനെ എത്ര പള്ളികൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പള്ളിക്കകത്ത് ആ ആത്മീയ സദസ്സിൽ കുഴപ്പമുണ്ടാക്കുക. ഇതാണോ നവോത്ഥാനം? ഇതല്ലേ നിങ്ങൾ ഉണ്ടാക്കിയ നവോത്ഥാനം? കുടുംബത്തിൽ കുഴപ്പം, കല്യാണമാകുന്ന സന്തോഷ വീട്ടിൽ കുഴപ്പം. ഇനിയോ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജുമുഅയിൽ ഒരു നാട്ടിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൂടിയ പള്ളിക്കകത്ത് കുഴപ്പം. വഹാബിയുടെ നവോത്ഥാനം നമ്മൾ മനസ്സിലാക്കണം. പോരാ. രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ പ്രത്യേകമായി നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ആത്മീയ സദസ്സുകൾ. ആ ആത്മീയ സദസ്സുകളെ ഏറ്റവും കൂടുതൽ പരിഹസിച്ച്, അതിനെ നിന്ദിച്ച് കണാരനും കുമാരനും അടക്കമുള്ള മറ്റു മതക്കാർക്കിടയിൽ ഇസ്ലാമിന്റെ എല്ലാ ആദരണീയമായ സംഗതികളും ഏറ്റവും ആദരിക്കപ്പെടുന്നതിന് സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിച്ചതല്ലേ നിങ്ങൾ കാണിച്ച നവോത്ഥാനം? ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം എന്ന പേരിൽ മൗദൂദികൾ നടുറോട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ. എന്താണ് ആ നാടകത്തിൽ നടക്കുന്നത്? ഇസ്ലാമിക പ്രചാരണത്തിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി, ആത്മീയത കച്ചവടമല്ല എന്ന പേരിൽ മൗദൂദികൾ നടത്തിക്കൊണ്ട നാടകങ്ങൾ. ഈ ചെങ്ങനംകുളം അങ്ങാടിയിൽ മഗ്‌രിബ് നിസ്കാരാനന്തരം എല്ലാ ജാതി മതക്കാരുമുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. അവരൊക്കെയുള്ള അങ്ങാടിയിൽ അതാ മൗദൂദീസത്തിന്റെ ഒരു ദീനി ദഅവത്തിന്റെ സദസ്സ്. എന്താണ് അവിടെ നടക്കുന്നത്? നാടൻ നാടകം. എന്താണ് ആ നാടകത്തിൽ? ആ നാടകത്തിൽ അതാ ആത്മീയതയെ പരിഹസിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, ആ നാടകത്തിലുള്ള ഒരു നീളക്കുപ്പായമുള്ള വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന് നല്ല തലപ്പാവ്, നല്ല താടി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തസ്ബീഹ് മാല. ആ തസ്ബീഹ് മാല പിടിച്ചുകൊണ്ട് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ചുറ്റുഭാഗത്തൊക്കെ കുറച്ച് ആളുകൾ നിന്നുകൊണ്ട് അയാൾ ചൊല്ലുന്നതിനനുസരിച്ച് ആരാണിത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കേരളത്തിൽ മുസ്ലിംകളെ ആത്മീയമായും
മറ്റു പല രീതിയിലും വളരെ കൂടുതൽ നയിച്ച, കേരളത്തിന് എതിർപ്പില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമ, അഹ്ലു ബൈത്തിലെ കാരണവരായി അറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ബാഫ